ഇന്ന് മീനുട്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഓല ഒന്നുകൂടി ഓല അടുത്തേക്ക് പോകുമ്പോ ഞാൻ പിന്നെ എടുത്തോണ്ട് അടുത്തൊന്നും കേൾക്കൂല. വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ടാളും കൂടി വന്നിട്ട്, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലി ഫുള്ളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് മീനുട്ടീൻ്റെ ബർത്ത്ഡേ അവരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളാണ് ആദ്യം എത്തിയത്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അവരെത്തും. അത് കഴിഞ്ഞിട്ട് മീനുട്ടീൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് വൈബ് ലാൻഡ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ, അടിപൊളി ഒരു പാർക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം ഒന്ന് ഇവിടെ ചില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ പൂക്കോട്ടൂരിൽ നിന്ന് മിനിയൂട്ടിക്ക് പോണ റൂട്ടിലാണ് വരുന്നത്, വൈബ് ലാൻഡ്. ശരിക്കും മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ മിനിയൂട്ടിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് നല്ല ചില്ലാക്കാൻ പറ്റിയ, ഫാമിലിക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ അടിച്ചു പൊളിക്കാൻ പോകും. ഇതാണ് ബർത്ത്ഡേക്കാരി വരികയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് കാറിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് ചാരു. ഞാൻ കൊണ്ടുവരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് മീനുട്ടി ഇട്ടത്. നിനക്ക് ഇഷ്ടമായോ? അടിപൊളി. ഈ ക്ലോത്ത് എന്താ ഇത് നല്ല നല്ല സോഫ്റ്റ് ആയ ഒരു ക്ലോത്ത്. എനിക്ക് ഇങ്ങനത്തെ എന്താ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാത്ത? ഞാൻ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ഞാൻ പോകുന്ന സ്ഥലത്തൊന്നും ഇങ്ങനത്തെ ഡ്രസ്സ് കാണലില്ല. ചാരോ ചാരോ അന്റെ മുടിയാരെങ്ങനെ ഇങ്ങനെ തിരിയാക്കി കെട്ടി തന്നെ? ഇതൊന്നും എങ്ങനെ തിരി? ഇതാണ് മമ്മി. ഇതാണ് എന്റെ അമ്മ പ്രസന്നകുമാരി. പ്രസന്നകുമാരി. ഇതാണ് ശരിക്കും നമുക്ക് മുറിക്കാനുള്ള കേക്ക്. ഇത് സോന കേശവന്റെ കയ്യിൽ. അതാ സ്നേഹ ഉണ്ണിമോൾ വെള്ളക്കുപ്പി. ശരിക്കും ഇത് രാവിലെ തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ശരിക്കും ഒരു വൈബ് ലാൻഡ്, ഒരു അമ്യൂസ്മെന്റ് പാർക്ക് മൊത്തം നമുക്ക് തന്ന പോലെയാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ. ഭയങ്കര കളർഫുള്ളാണ്. ശരിക്കും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് പ്രജിഷ ടീച്ചർ. അതെ ടീച്ചറെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അവിടെ മഴ വന്ന്. നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നടുവിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കേക്ക് മുറിക്കാമെന്നായിരുന്നു. പക്ഷെ ഇത് മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെയും വെച്ച് കേക്ക് മുറിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കേക്ക് മഴ കൊള്ളാതെ മുറിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ ഷീറ്റൊക്കെ ഇട്ട സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. പിന്നെ അവിടെ ഒരു കൂൾ ബാർ, പോപ്കോണൊക്കെ കിട്ടുന്ന കടയാണ്. അതിൻ്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കേക്ക് മുറിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പരുന്തുണ്ട്, വൈബ് ലാൻഡ് എന്നൊക്കെ എഴുതിയ. നല്ല അടിപൊളി ആണെന്നുണ്ടെങ്കിൽ ആ പരുന്തിൻ്റെ ഇങ്ങനെ കറക്റ്റ് നിന്നിട്ട് ഇങ്ങനെ വെച്ചാൽ കണ്ട നമുക്ക് ചിറക് വിരിഞ്ഞ പോലെയൊക്കെ എടുക്കാം. ബർത്ത്ഡേ കാരിൻ്റെ കേക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അടിപൊളി കേക്കാണ്.
ഹാപ്പി ബർത്ത്ഡേ ജിയ. Happy birthday to you. Happy birthday to you. Happy birthday. ഞാൻ നല്ല പാടി. ബാലൻസ് ഉണ്ടെങ്കിൽ തരും എല്ലാവർക്കും. ഇതായിരിക്കാം നല്ല അടിപൊളി കേക്ക്, സൂപ്പർ കേക്കാണ്. ഇതെന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്താ കേക്കിന്റെ? സുകുമാവൻ. മീനുട്ടിന്റെ മാമൻ കൊണ്ടുവന്ന കേക്കാണ് നമ്മൾ കട്ട് ചെയ്തത്. മീനുട്ടിന്റെ കേക്ക് ആരാ സ്പോൺസർ ചെയ്തത്? മലപ്പുറത്തെ സുകുമാവൻ. മീനുട്ടിന്റെ മാമനാണ് ഗൈസ്. തിന്നി അല്ല മറ്റേ കൈക്കാക്കത് അല്ല കഷ്ണം മുറിഞ്ഞു. ഞാൻ ഡയറ്റിലാണ് ഗൈസ്, മാത്രമേ തിന്നുള്ളൂ. ഷുഗർ കട്ട് ചെയ്യുന്ന ആളാണത്. അതെ, കേക്ക് തിന്നാതെ ഷുഗർ കട്ട്. അപ്പോൾ കേക്ക് മുറിച്ചു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് കേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അമ്മ പോവാണ്. കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആളില്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാഫും കുറവാണ്. ഇന്ന് കുട്ടൻചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് നല്ല സൂപ്പറാണ്. വൈറ്റ് ഷൂ ആണ്, വൈറ്റ് ഷർട്ട് കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇവിടെയുള്ള ഈ പരുന്തിൻ്റെ സ്വയം പരുന്താക്കാൻ വേണ്ടിയിട്ടുള്ള പരുന്തിൻ്റെ ചിറക് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് നല്ല രസമുള്ള സ്ഥലം കേട്ടോ. വൈബ് ലാൻഡിൽ തന്നെ ഇത് നല്ല ഗ്രീനറി ഇവിടെ, പിന്നെ നല്ലൊരു വെള്ളയിൽ വീഡിയോ എല്ലാവരും സ്റ്റാച്ച് ചെയ്ത് നിൽക്കുന്ന വീഡിയോ. നമ്മൾ മെയിനായിട്ട് ഇവിടെ എന്തിനാ വന്നത്? നമ്മള് കേക്ക് മുറിക്കാന്, പിന്നെ പൂളിൽ ചാടാന്. പൂള് എവിടെയാ? പൂള് അതിന്റെ തൊട്ടപ്പുറത്തായിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ പൂള് വരുന്നത്? വൈബ് ലാൻഡിന്റെ ഫാമിലി പൂളാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊരു പൂള് കിട്ടും. നമ്മൾ ഫാമിലി നമ്മളെയും കൂടി പൂളാണ്. നമ്മളെയും കൂടെ പൂളാണ്. അപ്പോൾ ഇവിടെ ശരിക്ക് ഇത് മുണ്ടിത്തൊടിക്ക 8ാം വാർഡിലെ വല്യപ്പൂ എന്ന് പറയുന്ന മുസ്തഫ മെമ്പറുടെ അവരുടെയാണ്. പിന്നെ ഞാൻ അവിടുത്തെ ആശാവർക്കറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഇളവുകളും വല്യപ്പൂ തരുന്നുണ്ട്. ഇവിടെ എനിക്ക് 15 ആൾക്കാർക്ക് 1500 റുപ്യ ഒരു മണിക്കൂറിന്. അങ്ങനെയാണ് ഈ ഫാമിലി പൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. നല്ല അടിപൊളി സ്ഥലമാണ്. പ്രൈവറ്റ് ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള സ്ഥലമാണിത്. ശരിക്കും ഈ ഒരു സമയമൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഭയങ്കര കംഫർട്ടാവും കേട്ടോ.
കാര്യം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മൾ ഫാമിലിക്കൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇന്നിപ്പോൾ ശനിയാണ്, ലീവാണ്. ചിലപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് നല്ല ഫ്രീ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ മഴക്കാലമല്ലേ, വേനൽക്കാലം ആകുമ്പോൾ ചിലപ്പോൾ പൂളിലൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ടാവും. കയറുമ്പോൾ നമ്മൾ ഷൂ ഒക്കെ അഴിച്ച് വെക്കണം. നമ്മൾ കയറിയിട്ട് പൂള് വരുന്നത് മതിയാവൂല. പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോയി കയറാൻ തോന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ വൈബ് പൂളിൽ ഏകദേശം 1 മണിക്കൂറോളമായി. അപ്പോൾ കുളിച്ചൊക്കെ കയറി. നല്ല അടിപൊളിയായിട്ടാ വൈബ് ലാൻഡ്. നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ്. ശരിക്കും വെള്ളത്തിൽ നമുക്ക് എത്ര ഇറങ്ങിയാലും കയറാൻ തോന്നൂല. 1 മണിക്കൂർ പോരാൻ തോന്നും. സൂപ്പറാണ്. ചിത്തുവിന് ജലദോഷം പിടിച്ച്. ചിത്തു അങ്ങനെ തല നനയ്ക്കാത്താണ്. കാക്കക്കുളിയാണ് ഇവരൊക്കെ. 2 തവളകൾ ഇപ്പോഴും കയറിയിട്ടില്ല. 2 പ്രാവശ്യം ബെല്ലടിച്ചു അവർ കയറാൻ വേണ്ടി. എന്നിട്ട് ഇവർ 2 ആൾ കയറിയിട്ടില്ല. ഇതാണ് ലാസ്റ്റ് ആള്. ഇതുവരെ വെള്ളത്തിൽ ഇറങ്ങാതെ ബെല്ലടിച്ചപ്പോൾ കുപ്പായ കഴിച്ചിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. പിന്നെ അമ്മ വെള്ളത്തിൽ ഇറങ്ങിയില്ല. അമ്മ മേക്കപ്പ് പോകുന്ന പറഞ്ഞാണ്ട് വെള്ളത്തിൽ ഇറങ്ങി. അമ്മേൻ്റെ വെള്ളത്തിൽ ഇറങ്ങിയുള്ളതൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തന്ന അമ്മയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൂളിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ തന്നെ നമുക്ക് ബാത്റൂമും അതുപോലെ തന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ കണ്ണാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് നേരിട്ട് ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂളിൽ നമ്മളിപ്പോൾ ഇവിടെ കുളിക്കാൻ വേണ്ടി മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. ഇത്ര സമയം എന്നുള്ള ടൈം പീരീഡ് ഉള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ആകെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുളിക്കാൻ വേണ്ടി സമയം മാത്രമേ ഇത്ര സമയത്തിനുള്ളിൽ കുളിച്ചിറങ്ങണം എന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടേക്കുള്ള
പെർമിഷൻ മാത്രം, അത് ഇങ്ങോട്ട് കയറാനുള്ള പൈസ മാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാൻ പറ്റും. അപ്പോൾ അതിന് കുട്ടികൾക്കൊക്കെ അവിടെ വെള്ളത്തിൽ ഇറങ്ങിയാൽ കളിക്കുക. ഒക്കെ ചെറിയ പൂളാണ്, വലിയ ആഴമൊന്നും ഇല്ലാത്ത പൂളാണ്. അമ്മ സുന്ദരിയാവുകയാണ്. അപ്പോൾ ശിശു ഒരുങ്ങുകയാണ്. ഇത് മറ്റേ നമ്മുടെ പൂളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ക്ലോറിൻ വെള്ളമൊക്കെ അടിച്ചിട്ട് ഇപ്പം നല്ല കളറായി. മേക്കപ്പ് ചെയ്യാത്തൊരു ചാരു അവിടെ നിന്നിട്ട് കുളിക്കുന്നു. അപ്പം പോവാൻ സമയമായി. അപ്പോൾ നമ്മളിപ്പം ഇവിടുത്തെ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി കയറി നമ്മളിപ്പോൾ പോകാൻ നിൽക്കണം. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 11 മണിക്കൊക്കെയാണ് ഇവിടെ കയറിയത്. പിന്നെ ഒരു 12:15 കുറച്ച് നേരം വൈകി ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഒരുങ്ങി മാറ്റി എല്ലാം കൂടെ കയറി പോകുമ്പോൾ ഒരു 12:30 കഴിയും. അപ്പോൾ ഏകദേശം ഫുഡ് കഴിക്കാനായില്ല. 1 മണി 1:30 ഇനി ഏതെങ്കിലും കടയിലേക്ക് എത്തുമ്പോൾ ഇനി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ണിമോളാണ്. ഞങ്ങളൊക്കെ ഉണ്ണിമോളെന്നാണ് വിളിക്കുക. പക്ഷേ ഉണ്ണിമോൾക്ക് 2 ചാനലില്ല. അതായത് യൂട്യൂബും ഉണ്ട്, അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. പക്ഷെ അതിന് 2ൻ്റെ പേര് എന്തായിരുന്നു പേര്? ചാനലിന്റെ പേര് ഇറ്റ്സ് മീ സ്നേഹ. അവിടെ വെയിലടിക്കണം കേട്ടോ. ചാനലിന്റെ പേര് ഇറ്റ്സ് മീ സ്നേഹ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫോളോവേഴ്സ് മറ്റേതില്ലേ, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇതും കൂടെ അല്ലേ? ഇൻസ്റ്റഗ്രാമിൽ സ്നേഹ നടിച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര പോപ്പുലർ ആട്ടോ. ഏകദേശം 100K ഒക്കെ ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റിയാണ്. ആരും അറിഞ്ഞില്ല. ഇത് അടുത്തൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. അഞ്ചു ടീച്ചറാണ്. പക്ഷെ നല്ല അടിപൊളി ഒരു ഇൻസ്റ്റഗ്രാമറും കൂടെയാണ്. എന്തെങ്കിലും പറയാം? പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഇങ്ങനെ ഇതിൻ്റെ പേര് പറയാം, പേരൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ വൈബ് ലാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്. കുട്ടികൾക്ക് കാണുമ്പോഴും ഇവിടെ വന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുറേ നേരം നമ്മളവിടെ അട്രാക്ട് ചെയ്യുന്ന കളറുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മളവിടെ അത് പിടിച്ചിരുത്തും. എനിക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തു കേട്ടോ. കാര്യം നോക്കി ഇത് കണ്ടില്ല, എൻ്റെ ചുറ്റൊക്കെ കണ്ടില്ല, നല്ല കളർഫുള്ളാണ്. നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാലും നല്ല കളർഫുള്ളാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയാവും. അങ്ങനെ ഒരു പാട്ട് ഈ ഒരു മ്യൂസിക്കിന് നല്ല ചേരുവല്ലേ. വൈബ് പൂളി ആസ്വദിച്ചോ? വൈബ് വരുന്ന നല്ലൊരു വൈബായിരിക്കും. അതല്ലേ, അത് നോക്കിയാൽ ഇവിടെ അല്ലേ നമുക്ക് ഫുൾ ഭയങ്കര കളർഫുൾ അല്ലേ ഇത് മൊത്തം അല്ലേ? ഒരു ടൈലിട്ടിരിക്കുന്നതും ഇതൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. അമ്മ ഡ്രൈ ഫ്രൂട്ടൊക്കെ പറ, എന്താ പറയാനുള്ളത്? ഇപ്പം ഞങ്ങൾ രണ്ടാളും ഇവിടെ വൈബ് ലാൻഡിന് കയറി ഇവിടെ ഇരിക്കണ്. അഞ്ചും ഏട്ടനെ ഒന്നും കാണാനില്ല. എൻ്റെ ബ്രദറും എവിടെയോ ഇവിടെ ഉണ്ട്. ഞാനും എൻ്റെ ബാക്കിൽ പൂവ് ചെടിയൊക്കെ മുളച്ചു. ചെടി മുളച്ചു, പൂവുണ്ട് ഇവിടെ. ബുദ്ധിയില്ലായ്മ ഒരു പ്രശ്നമല്ലല്ലോ ഗൈസ്. നല്ല വരാ, സൂപ്പറായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എൻ്റെ അമ്മ ഉണ്ട്. അമ്മ വ്ളോഗ് ചെയ്യണം. അമ്മ സെൽഫ് വ്ളോഗറാണ് കേട്ടോ. ഒക്കെ കയറാം എല്ലാം അമ്മേനോട് ചോദിച്ചാൽ മതിയൊക്കെ അല്ല അമ്മ? ഒരു പ്രശ്നമില്ല, എന്റെ മെമ്പറാണ്. ഇതിൽ എന്ത് ചെയ്യുന്നതിനൊന്ന് പറയും. ഇവിടെ എങ്ങനെ നമുക്ക് അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ കുഴമ്പിയിരിക്കാൻ നല്ല വിശപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടലിൽ പോയി നല്ല അടിപൊളി ഫുഡ് കഴിക്കണം. ഇന്ന് ബർത്ത്ഡേക്കാരിൻ്റെ വകയാണ്. ബർത്ത്ഡേക്കാരിൻ്റെ ഫുൾ ചെലവാണ്. ഇതേപോലെതാ ഇങ്ങനെ ഒരു കല്ല് ഇട്ടിട്ടുണ്ടല്ലോ, ഇതേപോലെ കുറേ സീറ്റ് ഉണ്ട് ഇവിടെ ഇരിക്കും. ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷെ എന്നിട്ടും ഇവിടെ നല്ല തണ്ടാട്ടോ. ഇരിക്കുന്ന സ്ഥലത്ത് നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ചുറ്റും കുട്ടികളൊക്കെ കളിയാകുമ്പോൾ നല്ലൊരു വൈബായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എല്ലാത്തിലും വൈബ് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് വൈബ് ലാൻഡിൻ്റെ പേര് അതായിരിക്കും ഒരു വൈബ് ലാൻഡ് കിട്ടത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, അതായത് പ്രായമുള്ളവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് എന്നുള്ളത് തെളിയിച്ചു തരാം, കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ രണ്ടെണ്ണം കൂടെ ഇതിലൂടെ കളിക്കാൻ. സിത്തും അമ്മയും കൂടെ ഭയങ്കര വെയിലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ചീനിൻ്റെ ചുറ്റിരിക്കുകയാണ്. ഇത്
അങ്ങനെ ചെയ്യല്ലേ. അവിടെ അമ്മയും മോളും കൂടെ Guys, ഇവിടെ ഭയങ്കര വലിയ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങോട്ടാണാ പോണത്? അപ്പൊ ഞങ്ങള് കുളിച്ചിറങ്ങിയിട്ട് ഒരാൾക്കില്ലേ ജലദോഷം പിടിച്ചു. വന്നിട്ട് കുളിച്ചാ പിന്നെ അവസ്ഥ. അതാണ് ഞാൻ കുളിക്കാത്തത്. എല്ലാരും പറയും ഞാൻ കുളിക്കല്ലേ കുളിച്ച ഇതാണ് അവസ്ഥ. ഇറങ്ങിക്കോ ഇവിടെ ഇറങ്ങി ചാരുവോ. കാണാം. പോയി മിഠായിയൊക്കെ വാങ്ങി അതാണോ വെച്ച് വേണ്ട ഞാൻ നോക്കിയതാണ്. നമ്മ കൊറേ മിഠായി കുളിക്കുന്നവർക്ക് മിഠായി തരൂല. കുളിക്കുന്നവർക്ക് മിഠായി ഇല്ല. എങ്ങനെ ചാർജ് തീർന്നു. ഞങ്ങളെ മെയിൻ ആയിട്ട് ഫോട്ടോ എടുക്കല് ചേച്ചിന്റെ 16 പ്രോയിലായിരുന്നു. അത് തീർന്നു. ചേച്ചി എവിടേക്കുള്ള എൻട്രി ഫീ എത്ര വരുന്നത്? 70 rupees. 70 റുപ്യ ഒരാൾക്കോ? ഒരാൾക്ക് 70 റുപ്യ ഇതിനുള്ളിൽ കയറാന് എത്ര സമയം? നമുക്ക് പൂളിനകത്താണെങ്കിൽ 1 മണിക്കൂർ. ഇവിടെ രാവിലെ 9 to 10 നമ്മൾ 70 റുപ്യ കൊടുത്താൽ അവിടെ കളിക്കാം ഇതിനുള്ളിൽ ആണല്ലേ? ആയിരിക്കും അല്ലേ? ഒരു പുതിയ റീൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് കണ്ടു. പരിധിന്റെ അപ്പുറത്ത് പോയി എല്ലാരും ഇപ്പുറത്തുനിന്നാണ്. ഓരോരുത്തരും അങ്ങനെ ഓരോ ശരിക്കും ഏകദേശം ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വൈബിലാറ്റിൽ നമുക്ക് നല്ല റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. ഇവർ നല്ല കോപ്പറേറ്റീവാണ്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കണതിന് എന്തിനൊക്കെ വലിയ റെസ്ട്രിക്ഷൻ ഒന്നും പറയണമെന്നില്ല. നിങ്ങൾക്ക് വരാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 2:30. ഞങ്ങളിവിടെ കളിച്ച് തളർന്നു. ഇല്ല അമ്മ, നിങ്ങൾ തളർന്നോ? അതെ, ഇതൊക്കെ തളർന്നിരുന്നു. നമ്മൾ കഴിഞ്ഞു. പിന്നെ എല്ലാവരും തിരിച്ചു പോവാണ് വൈബ്ലാൻഡിന്. ഇങ്ങനെ ഫീ വരുന്നത് കയറാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ 30 രൂപയാണ് വരുന്നത്. പിന്നെ അതിൽ സെപ്പറേറ്റ് അവിടെ ഒരു വെള്ളത്തിന് തന്നെ കളിക്കാൻ പറ്റുന്നൊരു 2 ചെറിയ കുഞ്ഞു പൂളുണ്ട് കുട്ടികൾക്കുള്ള. ആ കുഞ്ഞു പൂൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 100 രൂപ വേറെ സെപ്പറേറ്റ് കൊടുക്കണം ഓരോ ആൾക്ക്. നമ്മൾ ഫാമിലി പൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് 1500 രൂപയാണ്. അതിൽ 15 പേർക്ക് കയറാം ഒരു ഫാമിലിക്ക്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ വരിക കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. മീനു, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വൈബ്ലാൻഡിലാണ് വന്നേ. ഈ സ്ഥലം എവിടെയാ? ഇത് നമ്മളെ സ്വന്തം മലപ്പുറം ജില്ലയിലെ മൈലാടി എന്നുള്ള സ്ഥലത്താണ്. മിനിയൂട്ടിക്ക് പോകുന്ന ഒരു റോഡിലാണ് നമ്മുടെ മൈലാടി പാർക്ക് വിസിറ്റ് ചെയ്യുന്നത്. സൂപ്പർ. ആൾക്കൊരു ബ്ലോഗർ ആകാനുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഞാൻ പറഞ്ഞു നോക്ക്. പാക്കപ്പായി. ഇപ്പൊ തലവേദന സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. 1, 2, 3, 4 പിന്നെ സിത്തു. 5 ആൾക്കാർക്ക് എന്താവും? നമ്മളെ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തലവേദന സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അപ്പൊ ഇനി നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാം അല്ലേ? നമ്മളെ പൂക്കോട്ടത്തെ ഡൽഹിയിലേക്കാണ് പോണേ. ഇവിടെ റോഡ് വളരെ മോശമാണ്. ഞങ്ങളവിടുന്ന് പോരാട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മോങ്ങം ഡെലീഷ്യക്ക്. അപ്പൊ നമ്മള് ഡെലീഷ്യയിലാണ് എത്തിയിട്ടുള്ളത്.
മോങ്ങത്തുള്ള ഡെലീഷ്യ ഫസ്റ്റ് ടൈം കേട്ടോ ഇവിടെ വരുന്നത്. ഇതിപ്പോൾ നമ്മളെ ഡെലീഷ്യയാണ്. മോങ്ങത്തിൻ്റെ വള്ളുവമ്പലത്തിൻ്റെ നടുവിലുള്ള ഡെലീഷ്യ എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ അടുത്ത ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഇത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു റിസപ്ഷനാണ് വരുന്നത്. നല്ല അടിപൊളിയാണ്. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ സൂപ്പും വെജ് സൂപ്പുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെജ് സൂപ്പ്. ഇത് നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ട് ഇട്ടിട്ടുള്ള വെജ് സൂപ്പാണ്. വ്ളോഗർ സ്നേഹേൻ്റെ വ്ളോഗിങ് കഷ്ടപ്പാട് കേട്ടോ. ഇതാണ് ഒരു വ്ളോഗറുടെ ജീവിതം. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെജ് സൂപ്പ്, അതുപോലെ ചിക്കൻ സൂപ്പ്. നമ്മൾ കരഞ്ഞുകൊണ്ട് അഭിപ്രായം പറയും. ചിക്കൻ സൂപ്പ് നല്ല രസമുണ്ട്, പക്ഷെ കുറച്ച് എഴുതി വയ്പ്പോയി അല്ലേ? കുറച്ച് സ്പൈസിയാണ്. അല്ല, ഞാൻ കഴിച്ചിട്ട് സ്പൈസി അല്ല, പക്ഷെ രസമുണ്ട്, കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെടും. കുറച്ചുകൂടെ എരിവ് കുറച്ചില്ലെങ്കിലേ. ഇപ്പോൾ ഈ ഡെലിഷ്യയിൽ ഉള്ളൊരു ഓപ്ഷൻ കേട്ടോ. ഇവിടെ നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം നമ്മുടെ ടേബിളിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ നമ്മളിപ്പോൾ റൂമിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവർ വന്ന് ഓർഡർ എടുക്കും. पनीर पसंद है। നമ്മൾ ഏകദേശം കഴിച്ചതാ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഫുൾ ബ്രോസ്റ്റും ഒരു ഫുൾ ഷവായ അല്ലേ, അല്ല അൽഫാമല്ലേ, ഒരു ഫുൾ അൽഫാം, ഒരു ഫുൾ ബ്രോസ്റ്റ്, പിന്നെ ഇതെന്താണ് പനീർ കൊഫ്തയായിരുന്നു, അത് തീർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സാലഡ് സെക്ഷനാണ് അല്ലേ.
സലാഡ് സെക്ഷൻ, ഇവിടെ ചിക്കൻ ബ്രോസ്റ്റ്, ചിക്കൻ പ്രോണ. ഈ ഡെലീഷ്യൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു സെക്ഷനും കൂടെ ഉണ്ട് ഇവിടെ. സലാഡിന് അതേപോലെ മോക്ടെയിലൊക്കെ. നമുക്ക് ഡെലീഷ്യന്ന് ഫുഡ് കഴിച്ചിട്ട് സൂപ്പറായി അത്രേ പറയാനുള്ളൂ. നല്ല ഫുഡ്, നല്ല രുചിയുണ്ട്, നല്ല കസ്റ്റമർ, നല്ല നമ്മളോട് പെരുമാറുന്നത്, എല്ലാം കൊണ്ടും നല്ലത്. ഞങ്ങളിപ്പോൾ പുതിയ ഓപ്പൺ ആക്കിയിട്ടുള്ള ഡെലീഷ്യയിൽ നമ്മളൊന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിപ്പം അവരുടെ സലാഡ് സെക്ഷൻ അതേപോലെ മോക്ടെയിലൊക്കെ ഉണ്ടാക്കുന്ന സെക്ഷനാണ്. ഷൂലേസ് ചവിട്ടുണ്ടോ? കിച്ചൺ ഏരിയ ആണ് നല്ല. ഇതിപ്പോൾ ഡെലീഷ്യയുടെ കിച്ചൺ ഏരിയ ആണ്. നമുക്ക് ഇവിടെ ആക്സസ് തരണം. ഇതിവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നത്. കബാബ് ഐറ്റംസ് ആണ്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇത് മുന്നിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് വന്ന് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പക്ഷെ മീനൊക്കെയാണ് കോയി ഫിഷ് എന്നല്ല പറയുന്നത്. ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ താഴെ ഇത് ഒരുപാട് ഏരിയ ഉണ്ട് നമ്മുടെ പുതിയ തുറന്നിട്ടുള്ള നമ്മുടെ ഡെലീഷ്യക്ക്. കോയിക്കാർ ആ മീനിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഇതാട്ടോ ഒരു കിച്ചൺ ഏരിയ. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സെറ്റപ്പ്. ടീമിനുള്ള ഫുഡ് സെർവ് ചെയ്യുന്ന അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണത്. ഇത് ഓവണാണത്. ആർട്ടിഫിഷ്യൽ ഓവണല്ല, അതായത് നമ്മുടെ കറണ്ടിൻ്റെ ഓവൺ അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഓവൺ. നല്ല അടിപൊളിയാണ്. ഫോട്ടോ സെക്ഷനാണ് ഇവിടെ. നമ്മൾ ഈ ഒരു ഡെലീഷ്യൻ്റെ ഭംഗിയുണ്ട് ഇതിൻ്റെ നടുമുറ്റത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കും. അത് ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ലെവൽ, നല്ല ക്വാളിറ്റിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂപ്പറാട്ടോ. ശരിക്കും ഇങ്ങനത്തെ കടകളൊക്കെ വേണം. നമ്മളിപ്പോൾ തിന്ന ഡെലീഷ്യന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഇതിൻ്റെ പുറത്ത് തന്നെ ഇവർ വലിയൊരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം തന്നെ എടുത്തോ. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നല്ലൊരു പച്ചപ്പൊക്കെ ഉള്ള സ്ഥലം. പിന്നെ പാർക്കിങ്ങിന് നോക്കിയ ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്ത് പോയാലും അവിടെയും പാർക്കിങ്ങിന് സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 19 വണ്ടിയൊക്കെ എന്തായാലും പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ ഇപ്പോൾ നമ്മൾ ഡെലീഷ്യന്ന് ഫുഡ് കഴിച്ച് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും ഫുഡും എല്ലാം അടിപൊളിയാണ്. ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായി? അടിച്ചു പൊളിച്ചില്ലേ? സൂപ്പർ, നല്ല ബർത്ത്ഡേ. എനിക്ക് കുറെ ഗിഫ്റ്റും കിട്ടി, നല്ല ഗിഫ്റ്റും കിട്ടി. എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഈ കഴിച്ചത്? ചിക്കൻ ലോലിപോപ്പ്, അൽഫാം, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റും കഴിച്ചു. പിന്നെ ഒരു ലൈം സോഡയും കഴിച്ചു. പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് ഞങ്ങൾ കഴിച്ചു. അടിപൊളി. പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചെറിയ വ്ളോഗ് അവസാനിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ബൈ.